നെവിൻ നോമിനേറ്റ് ചെയ്യുകയാണ്. നെവിൻ പറയുന്ന ആദ്യത്തെ നോമിനേഷൻ ഷാനവാസാണ്. ഷാനവാസ് എന്നൊരു വ്യക്തി ഈ വീട്ടിൽ തുടർന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ആദ്യ നോമിനേഷൻ ഷാനവാസ് തന്നെയാണ്. ഷാനവാസിനൊരു മാനിപ്പുലേഷൻ സ്കില്ലോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് കൊടുക്കുന്നതോ പ്രേക്ഷകർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള കണ്ടൻറ്റുകൾ നൽകുന്നതിലോ ഷാനവാസ് ഒരു ക്വാളിറ്റി ഗെയിമറോ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നും ഒരു നല്ല കണ്ടൻറ്റോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റോ ഗെയിമിലോ ഒന്നിലും ഷാനവാസ് പെർഫെക്റ്റ് അല്ല എന്നാണ്. പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാറായിട്ട് അവിടെ ഇടയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നടക്കുന്നതല്ലാതെ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യവും നല്ലതില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗെയിം അറിയാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പം ഗെയിം എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വയ്യാഞ്ഞത് കൊണ്ടായിരിക്കാം. എന്തായാലും ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തിട്ട് അയാളെയും അയാളുടെ കുടുംബത്തെയും അപമാനിച്ച് ആ വ്യക്തിയുടെ മൈൻഡെ തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് ഇതൊരു അവസ്ഥ എനിക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനും ഇങ്ങനൊരു അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കുടുംബ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഷോ ആയതുകൊണ്ടും ഷാനവാസ് ഇങ്ങനെയുള്ള കോണ്ടൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും ഷാനവാസ് ഇവിടെ തുടരുന്നതിൽ ഒരു നല്ലതല്ല എന്നുള്ളത് കൊണ്ടും ഷാനവാസിനെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് നെവിൻ പറയുന്നു. രണ്ടാമതായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ആദിലയാണ്. ആദില ഇവിടെ വന്ന ആദ്യത്തെ ദിവസം മുതൽ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് നല്ലതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ആദിലയ്ക്ക് വേറൊരു സ്വഭാവമാണ്. ഞാൻ വന്നപ്പം പോലും ശ്രദ്ധിക്കുന്നു, എന്തോ എന്നെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാനൊരു നല്ല സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ടായിരിക്കാം. ഇന്ന് നല്ലപോലെ ആണെങ്കിൽ ആദില നാളെ വേറൊരു സ്വഭാവത്തിലാണ് എന്നോട് പെരുമാറുന്നത്. അപ്പം എനിക്ക് ഷാനവാസിനോട് വേറൊരു ഷാനവാസായിട്ട് മാത്രമേ എനിക്ക് ആദിലയെ പറയാൻ പറ്റുന്നുള്ളൂ. ആദിലയെ ഒരു ലേഡീസ് ഷാനവാസായിട്ട് വിശേഷിപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആദിലയ്ക്ക് സ്വന്തമായൊരു നിലപാടില്ല. ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത്. സ്ഥിരമായിട്ട് ഒരു മൈൻഡിലല്ല ആദില നിൽക്കുന്നത് തന്നെ. ആദില വളരെ ഡ്രാമാറ്റിക്കാണ്. സെക്യൂരിറ്റി ടാസ്ക് വളരെ മനോഹരമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു ടാസ്ക്കായിരുന്നു. അതിൽ പോലും ആദില കറക്റ്റായിട്ട് അത് എങ്ങനെ ചെയ്തെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ചെയ്തു തീർത്തത്. ആദില പറയുന്ന പല കാര്യത്തിലും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് എൻ്റെ സെക്കൻഡ് നോമിനേഷൻ ആദില, എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ ഷാനവാസ്, സെക്കൻഡ് നോമിനേഷൻ ആദിലയെന്ന് നെവിൻ പറയുന്നുണ്ട്.